ആദ്യത്തെ പടം തന്നെ ഷിയാമി നസീർ സാറുടെ പടത്തിലാണ് ഞാൻ അഭിനയിച്ചത്. ഏത് പടമായിരുന്നു? ഉദയനന്റെ മകൻ. ഉദയനന്റെ മകൻ. ഓ, അതിലെന്തായിരുന്നു? ഞാൻ ഒരു ഭടനായിരുന്നു. വടൻ. ഓ, അത് ശരി. വിജയശ്രീ ഡാൻസ് ചെയ്യുകയാണ്. ആ. ആ സമയത്ത് സത്യൻ സാറ് ചോദിക്കുകയാണ് ഏതാണ് ഈ തരുണിമണി എന്ന്. ഉം. അപ്പോൾ മണവാളൻ ജോസഫിന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് എന്നോട് ചോദിക്കുന്നു. അപ്പം ഞാൻ പറയുന്നു അറിഞ്ഞുകൂടെ, ഇതാണ് കാവിൽ ചാത്തോത്തെ കുങ്കിയമ്മ. ഓ, അതാണ് ഫസ്റ്റ് ഡയലോഗ്. Dialogue. ഫസ്റ്റ് ടൈറ്റിൽ ശരി, okay. ഓക്കെ ആയി. അത് കാരണം ആ സമയത്ത് ശാരംഗവാണി സാർ എന്ന് പറഞ്ഞു ഡയലോഗ് ഒന്നും ഇല്ലാത്ത വേഷമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു ആർക്ക് വേണം ഡയലോഗ്? സത്യൻ സാറിന്റെ നസീർ സാറിന്റെ ഇവിടെ നിൽക്കാൻ വരുന്നത് എനിക്കെന്തിനാ ഡയലോഗ്? നസീർ സാറിന്റെ നാട്ടിൽ ഒരു സ്വീകരണം കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ വകുപ്പ്? അതിന്റെ വകുപ്പ് സാറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളെന്ന് പറയുന്നത് പുന്നപ്ര സെന്റ് ജോസഫ് സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ വെച്ച് തന്നെ ഒരു സ്വീകരണം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സാറിനെ കാണുമ്പോഴൊക്കെ പറയും, സാർ പുന്നപ്ര ഒന്ന് വന്ന് ഒരു സ്വീകരണം ഏറ്റുവാങ്ങണം. ഭയങ്കര തിരക്കും അഭിനയിച്ച് നടക്കുന്ന സാറിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച ഞാൻ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞു. എനിക്കൊരു സാമ്രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ചൊരു സന്തോഷമായിരുന്നു. മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ സംഘാടകനായിട്ട് നിന്നത് ഞാനായിരുന്നു. അപ്പോൾ അതിൻ്റെ സംഘടിപ്പിച്ച് വന്നപ്പോഴാണ് ബുദ്ധിമുട്ടായിരുന്നത്. കാരണം എന്തെല്ലാം പ്രയാസം നടത്തിയാലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് വിചാരിച്ച് ഞാൻ നടത്തി. അവസാനം ചെറുതായിട്ടൊക്കെ സംഭാവനയൊക്കെ സ്വീകരിച്ചെങ്കിൽ ആരും ഒന്നും കാര്യമായിട്ടും തന്നില്ല. അതൊരു റേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഞാൻ 3000 രൂപ കൂടെ തികച്ചാണ് ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചത്. പക്ഷെ അത് ആ 3000 കയ്യിൽ നിന്ന് പോയി. അത്രയും വലിയ ഒരാളിനെ കൊണ്ടുവരാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഷാ ഇൻ്റർനാഷണൽ ഷൂട്ടിംഗ് നടക്കുകയാണ് കൊല്ലത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച പറ്റുകയാണെങ്കിൽ നാളെ എനിക്ക് വരാൻ സൗകര്യപ്പെടുമെന്നൊരു ഡേറ്റ് നേരത്തെ പറഞ്ഞു. അപ്പം ഞാൻ അതിന് മുമ്പേ ചെന്ന് അവിടെ താമസിച്ചൊരു ബെൻസ് കാറൊക്കെ അറേഞ്ച് ചെയ്തു. അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ ഒരു നല്ല വണ്ടി കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീടാണ് അറിയുന്നത് ഈ സ്വീകരണത്തിന് സമയത്ത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ചേരാൻ പോകുന്ന ഒരു സംവിധാനം പറഞ്ഞിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് എതിരായി. പുന്നപ്രയാണെങ്കിൽ വിപ്ലവത്തിൻ്റെ നാള്. അപ്പോൾ അങ്ങനെ എതിരായപ്പോഴത്തേക്ക് അവരെന്ത് തീരുമാനിച്ചു, കരിങ്കൊടി കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഗൗരവം മുഴുവൻ പോയി. എനിക്കാണെങ്കിൽ പ്രയാസം കൊണ്ട് കൂടി, കാരണം ഞാൻ കൊണ്ടുവരുന്ന സമയം ഇത്രയും കാര്യമായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും സ്വീകരണം നടത്തി കരിങ്കൊടി കാണിച്ചു പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായാലും. അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ അവസാനം പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു വിജിലൻസ് DYSP വർഗീസ് മാത്യു സാർ. ഞാനൊരു ദിവസം ചെന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സ്വീകരണം സംഘടിപ്പിക്കുന്നുണ്ട്, ആര് നസീർ സാർ വരുന്നോ, വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം അവർക്കൊന്നും പ്രതീക്ഷയില്ല പുന്നപ്ര സ്ഥലത്ത് അദ്ദേഹം വരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. ഈ പറഞ്ഞൊരു കുഴപ്പം പറ്റി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിങ്ങനെ ഒരു കാര്യം ആലോചിച്ചിരിക്കുകയാണ്. അത് ശരിയല്ലല്ലോ. ഞാൻ ശരിയല്ലെന്ന് തന്നെയല്ല, പത്മശ്രീ കിട്ടിയ ആളാണ് നസീർ സാർ. അങ്ങനെ പറയാൻ കൂടെ തോന്നി എനിക്ക്. അപ്പം പത്മശ്രീ കിട്ടിയ നസീർ സാറിനെ കുരങ്ങ് കാണിച്ചാൽ രാഷ്ട്രത്തെ അവമാനിക്കുന്ന തുല്യമാണെന്ന് കൂടെ പറഞ്ഞു. അത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു 2 വണ്ടി മദ്രാസ് പോലീസിന് ഇറക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര പോലീസിന് ഇറക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലം കഴിഞ്ഞ് അടുത്ത ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച ഞാൻ അവിടെ വരുമ്പോൾ ആദ്യമായിട്ട് എന്താണ് പറയേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇത് വിപ്ലവത്തിൻ്റെ നാടാണ് സാർ. അപ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെ ഓർമ്മിക്കുകയാണ് എന്നങ്ങ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് സന്തോഷമായി, സാറിന് സന്തോഷമായി. ഇവിടെ വന്നിറങ്ങി ഒരുപാട് നാളായിട്ട് പുന്നപ്ര അപ്പച്ചൻ പറയുന്നതാണ്, ഇവിടെ പുന്നപ്ര വരണം, എനിക്ക് ഭാഗ്യമുണ്ടായി, ഈശ്വരാനുഗ്രഹമാണെന്ന് കരുതുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചത് പറഞ്ഞു. ഞാൻ ആദ്യം ഓർക്കുന്നത് ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെയാണ്. കയ്യടിയുടെ ബഹളം എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ല. കരിങ്കൊടി ഒന്നും കാണിച്ചില്ല, സന്തോഷമായിട്ട് കയ്യടിയുടെ പൂരം. അതുപോലെ എനിക്ക് എൻ്റെ ഈ ഒരു പാട്ടിനെ കുറിച്ചുള്ള ഇതാണ്. ജീവിതത്തിലൊരു വലിയ ആഗ്രഹമായിരുന്നു മദ്രാസിൽ വന്നപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട് പഠിക്കണം എന്നുള്ളത്. അപ്പം ഒരാൾ പരിചയപ്പെടുത്തണം സ്വാമിയെ. ഞാനിങ്ങനെ ആലോചിച്ചു. ഇപ്പം പിന്നെ നമ്മുടെ വിജയ ഗാർഡനിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ട് ഇപ്പോൾ അവിടെ ഒരു റെക്കോർഡിംഗ് തിയേറ്ററുണ്ട്. അപ്പോൾ സ്വാമിയുടെ ഒരു പാട്ട് അവിടെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ സ്വാമിയുണ്ട്. അപ്പോൾ ഞാൻ നസീർ സാറിനോട് പറഞ്ഞു, പാസിയോട് പറഞ്ഞു, എന്നെ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു നല്ല ആൾ പരിചയപ്പെടുത്തുന്നുണ്ട്, സ്വാമി അറിയാമല്ലോ. അങ്ങനെ ആദ്യമായിട്ട് സ്വാമിയെ പരിചയപ്പെടുത്തി, നസീർ സാർ പരിചയപ്പെടുത്തി പാട്ട് പഠിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ആദ്യം സ്വാമി ചോദിച്ചു, സിനിമയിൽ പാടാനാണോ അതോ കച്ചേരി നടത്താനാണോ? സിനിമയിൽ പാടാനാണെങ്കിൽ പഠിക്കണ്ട, കച്ചേരിക്കാണെ പഠിപ്പിക്കാം. അങ്ങനെ ഒരു വലിയ കാര്യം എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം.
സാധിച്ചു. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഇപ്പം എന്തായാലും ഷീലാമ്മയുടെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഷീലാമ്മയ്ക്കും കൂടെ വേണ്ടി ചേച്ചി ഒരു പാട്ടും കൂടെ പാടിയാൽ ഗംഭീരമാവും. ഏത് പാട്ടാ ഷീലാമ്മയ്ക്ക് ഇഷ്ടം? ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, അതായത് ഭാര്യമാർ സൂക്ഷിക്കുക നിങ്ങൾ ആദ്യമായിട്ട് അഭിനയിച്ച പടം. അതെ അതെ അതെ. അതിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടായിരുന്നല്ലോ മ്യൂസിക് ഡയറക്ഷൻ. അതെ. ശ്രീവാരൻ തമ്പി സാർ എഴുതിയ പാട്ടാണ്. ആ പാട്ട് അത് തന്നെ പാടിക്കോളൂ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിന്നിലലിയുന്നൻ ജീവമേഘം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം. വേറൊരുത്തന്റെ ഭാര്യയെ നോക്കി പാടുന്ന പാട്ടാണിത്. ആ ഇയാളുടെ ഭാര്യയല്ല, വേറൊരുത്തന്റെ ഭാര്യ നോക്കി പാടുന്ന പാട്ട്. വേറൊരാളുടെ ഭാര്യയോട് കുറച്ചുകൂടെ കൂടുതൽ പ്രണയം തോന്നാം. തോന്നാല്ലേ? അല്ല, കുഞ്ചേട്ടൻ എത്ര നേരം ഒന്നും പാട്ട് കേട്ടാൽ നമുക്ക് തോന്നും. കുഞ്ചേട്ടൻ എന്ന ഇത്തിരി പാട്ടൊക്കെ ഉള്ള ആളാണല്ലോ അല്ലെ? പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ പാട്ട് പറയാനേ ഒക്കൂ. പറയുന്ന പരിപാടികളേ ഉള്ളൂ. ഓ, അത്രേ ഉള്ളൂ. ഷീലാമ്മ പേര് ഷീല. ഞാൻ ജീവിതത്തിൽ എനിക്ക് അറിയാത്തതെന്നാണ് ഇനിയൊരു കാര്യം അറിയാമോ? അതായത് ഒരു 100-300 പാട്ടുകൾ ഞാൻ നസീർ സാറുമായിട്ട് പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കാതിന്റെ അടുത്തും മൂക്കിന്റെ അടുത്തും ഒക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഒരുപാട് പാടിയിട്ടുണ്ട്. പക്ഷെ അങ്ങേര് ഇതുവരയ്ക്കും ശബ്ദമായിട്ട് പാടിയിട്ടേ ഇല്ല, ചുണ്ടു മാത്രമേ അനങ്ങിയിട്ടുള്ളൂ. ഈ ലിപ്പ് പിടിക്കുന്നത് പാടാതെ ചുണ്ടു കൊടുത്തിട്ടാണോ? ഞങ്ങളൊക്കെ പാട്ട് വന്നില്ല അതിന്റെ കൂടെ ചേർന്നങ്ങ് പാടും. ശബ്ദം നന്നായിരിക്കുന്ന ശബ്ദത്തിലെങ്കിൽ പാടും. പക്ഷെ അങ്ങേരെ ശബ്ദം ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. ഇവിടെയൊക്കെ അങ്ങേര് പാടും കേട്ടോ, പാടും. ഷീലാമ്മ പാടില്ല, പാടത്തേയില്ല, ഞാൻ കേട്ടിട്ടില്ല ഇത് പറയുമ്പോ കേട്ടില്ലേ. പിന്നെ അദ്ദേഹം ഈ ലിപ്സിങ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് കക്കയോ കൈകൊണ്ട് പാട്ടിലെ ലിറിക്കൽ സ്വരമൊക്കെ പാടാറില്ലേ? സ്വരം പാടുന്നു. സ്വരമൊക്കെ തെറ്റാതെ പാടുന്നില്ലേ? ഓരോ ഒച്ചെടുക്കാതെ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി ഇരുന്ന് ആൾക്കൂട്ടത്തിലിരുന്ന് പിന്നെ സ്വർഗനന്ദിനി സ്വപ്ന വികാരണിയൊക്കെ ഇരുന്ന് അല്ല, കൂട്ടുകാരപ്പടത്തിൽ എല്ലാം നല്ല പാട്ടുകളല്ല. അന്നത്തെ സിനിമയിലെല്ലാം പാട്ടുകളെല്ലാം നല്ലതാണ്, അർജുൻ മാഷും ഓർക്കുന്ന പാട്ടുകളാണ്. പാട്ടുമായി ബന്ധപ്പെട്ടൊരു ചെറിയ വീഡിയോ കാണാം. പ്രേം നസീർ സാറ് അനന്തപുരിയുടെയും കേരളത്തിന്റെയും മൊത്തം മലയാളികളുടെ, ലോകത്തുള്ള മൊത്തം മലയാളികളുടെയും അഭിമാനമാണ്. പ്രേം നസീർ സാറിന്റെ ഒരുപാട് ആരാധകരാണ് ഞങ്ങളെല്ലാവരും. അതായത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങൾ തറയിലിരുന്ന് കണ്ട ചരിത്രമുണ്ട്. കപ്പലിന്റെയും കുറിച്ച് ചെറിയ ചെറിയ പാഠപുസ്തകങ്ങളിൽ പാട്ടും നോക്കി ഞങ്ങൾ അങ്ങനെ അന്നത്തെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ അത് ഇന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. ഇന്നത്തെ എല്ലാ പിള്ളേർക്കും ടി വി മറ്റു കാര്യങ്ങളായി. ഞങ്ങളുടെ ഓരോരോ, അതായത് ഞങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഓരോ പഴയ പാട്ടുകൾ ഇന്ന് ഞങ്ങളുടെ മനസ്സിൽ തത്തിക്കളികൾ. അതായത് മുല്ലപ്പൂം പല്ലിലോ മുക്കൂട്ടി കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി ഏനറിയില്ല ഏലമലർക്കാട്ടിലെ മലങ്കുറവാ. അതുപോലെ ഇനിയും പോയിട്ടുണ്ടല്ലോ നമുക്ക്. നീലഗിരിയുടെ സഖികളെ ജ്വാലമുഖികളെ. ഇത് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് അദ്ദേഹം 2 പാട്ട് പാടിയതാണെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ ഓരോ മലയാളിക്കും എത്രയോ പാട്ടുകൾ ഓർക്കാനും പറയാനും പാടാനും ചെയ്തു വെച്ചിട്ടാണ് നസീർ സാർ പോയിരിക്കുന്നത്. മദ്യപിച്ച് കഴിഞ്ഞിരുന്ന് പാടുമ്പം ഒരു പഴയ പാട്ട് അവിടെ വരിക സ്ഥിരമാണ്. ഞാൻ കുഞ്ചേട്ടനെ തന്നെ കുറിച്ച് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നത്, പക്ഷെ സ്ഥിരമാണെന്ന് പറഞ്ഞപ്പോ കുഞ്ചേട്ടനെ നാട്ടുകാർ സംശയിക്കാൻ അങ്ങനെ ഉണ്ട്. എന്നെ അല്ലല്ല, നസീർ സാറിന്റെ ഒരു നല്ല മനസ്സിനെ കുറിച്ച് ഞാൻ പറയാം. സിനിമയിൽ വളരെ വല്ലപ്പോഴാണ് ഒരു സിനിമ കിട്ടുന്നത്, അതിനകത്ത് വളരെ തുച്ഛമായ ശമ്പളം. അപ്പം ഞാൻ ബോംബെ എന്ന് കുറച്ച് ബെഡ്ഷീറ്റ് കൊണ്ടുവന്നു, 10-12 ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് നസീർ സാറിനെ കാണിച്ച് ഞാൻ പറയും, ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു 10-25 രൂപ കിട്ടും. ഓരോ ബെഡ്ഷീറ്റിന് 25 രൂപ വെച്ച് കിട്ടും. ഓ, അങ്ങനെയാണ് വേഗം പുള്ളി അതിൻ്റെ ഒരു വർണ്ണനുണ്ട്. എന്ത് രസമായിരിക്കുന്നല്ലേ മീനെ, എന്ത് ഭംഗിയായിരിക്കുന്നു. എല്ലാവരും കാണിച്ച് ഒന്ന് എടുക്കണം മീനെടുക്കണം, വിജയം എടുക്കണം.
എന്ത് രസം, നല്ല ഭംഗിയല്ലേ ഇത്? ഈ അസ എന്ന് പറഞ്ഞ എന്താ അതിന്റെ ഇടയിൽ? അസെ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെയാ പറയാ രസേ, അതെ. എന്താ എന്താ അസെ? അസെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരാളെ വിളിക്കുന്നത് അസ ആ, എന്നാണ്. എന്താ അസെ? അല്ല, എന്താ അസെ? ഇപ്പൊ ബ്രോ എന്ന് പറയുന്നില്ലേ? ആ, എന്നാ ബ്രോ, എന്താ ബ്രോ ആ, അത് പറയുന്നില്ലേ? ആ ഒരു അതിന്റെ വേറെ വെർഷൻ. അന്നത്തെ കാലത്തുള്ള എന്താ വിളിക്കുക? അസേ. എന്താ അസെ? അസെ. എന്താ അസെ? ആ, വളരെ അസേ. ആ, ഷീലാമ്മയ്ക്ക് ഓർമ്മയുണ്ട്, നമ്മള് കണ്ണപ്പനുണ്ണി പിന്നെ അവിടെ ഇടുക്കിയിൽ ഡാമിലോ മറ്റോ പോകുമ്പോഴേ ഉം. നമ്മൾ താമസിക്കുന്ന ഒരു ജീപ്പിൽ കയറി നമ്മളെല്ലാവരും പോകുമ്പോൾ ഒരു മറിയാമ്മ ചേട്ടത്തിയുടെ ഒരു ചെറിയ ചായക്കടയുണ്ട്. അവിടെ പുട്ടും കടലും കഴിക്കുക. പിറ്റപ്പ പറഞ്ഞു വെച്ചു നാളെ ഞങ്ങൾ വരും. അതെ. ഇന്നും അതിലെ പോകുമ്പോൾ അവിടെ കഴിച്ചു വെച്ചു. ഒരു ഡയറക്ടർ ഉണ്ടെങ്കിലും ചിലപ്പം കോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാറുണ്ടല്ലോ. അങ്ങനെ അഭിനയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നസീർ സാർ അന്നത്തെ പറഞ്ഞു? കാലത്ത് ഡാൻസ് മാസ്റ്റർ, കൊറിയോഗ്രാഫി ഇല്ല, ഡാൻസ് മാസ്റ്ററേ ഇല്ല. പൂന്തേൻ അരുവി എന്നൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. ആ. അത് ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ ഓടിയത്. ഡാൻസ് മാസ്റ്റർ എവിടെ ഇപ്പോഴാണ് ഡാൻസ് മാസ്റ്റർ, കൊറിയോഗ്രാഫി. ഞാൻ തിരിച്ചു വന്നപ്പോ കൊറിയോഗ്രാഫി, ഡാൻസ് മാസ്റ്റർ. ഞാൻ ചോദിച്ചു, എന്തിനാ ഡാൻസ് മാസ്റ്റർ അങ്ങനെ ചോദിക്കും. അന്നൊരു ഒരു പാർത്ഥസാരഥി അങ്ങനെയില്ല. മാഷുണ്ട്. അപ്പൊ പക്ഷെ വല്ലപ്പോഴും. എന്ത് മണ്ടത്തരം പറഞ്ഞാലും ഡയറക്ടർ പറയുന്ന പോലെയേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഡയറക്ടർ പറയുന്ന അപ്പുറം ഞങ്ങൾ ചെയ്യത്തില്ല. ഡയലോഗ് വരയ്ക്ക് അവർ എഴുതി വെച്ചത് മാത്രമേ, അതും നാടകത്തിൽ വേണ്ടി എഴുതി വെച്ചതായിരിക്കും. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, പിന്നെ ഇനിയൊന്ന് അഗ്നിപുത്രി, ഇതൊക്കെ നാടകത്തിൽ വന്നതല്ലേ. അപ്പോൾ അവർ നാടകത്തിലുള്ള ഡയലോഗ്സ് അത് അപ്പുറം ഇപ്പുറം പറയാനും അവർ സമ്മതിക്കില്ലേ, ഞങ്ങൾ പറയത്തില്ല. അത് നമ്മൾ പറയുന്നു, ഞാൻ എനിക്ക് വയ്യ, ഞാൻ പോവാണെന്ന് പറയാം. എനിക്ക് വയ്യ, ഞാൻ പോവാണ്, അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് വയ്യ, ഞാൻ പോവാണ്. അതെ. ഇപ്പോഴത്തെ ആണെങ്കിൽ എനിക്ക് വയ്യ, ഷോ ഞാൻ പോവാണ്, അങ്ങനെ റിയാക്ഷൻ കൊടുക്കാം. ആ. അങ്ങനെയൊന്നും പാടില്ല. എന്താ നിങ്ങൾ അങ്ങനത്തെ റിയാക്ഷൻ? അതൊന്നും വേണ്ട, അതെ. ഡയലോഗ് പറഞ്ഞാൽ മതി, ആ, അതെ. അല്ലേ? അതെ. ഇത്രയേ ഉള്ളൂ. നമുക്കൊന്നും സ്വാതന്ത്ര്യമേ ഇല്ല അഭിനയിക്കാൻ.